ചെർപ്പളശ്ശേരി നഗരസഭ ഉൾപ്പെടെ കേരളത്തിലെ വിവിധ നഗരസഭകളിൽ കഴിഞ്ഞ ബജറ്റിൽ UDF നടത്തിയ കഴിഞ്ഞ ബജറ്റിൽ വികസന ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ചെർപ്പളശ്ശേരി നഗരസഭയും ബാധിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ BJP കൗൺസിലർ P. ജയൻ മാസ്റ്റർ നമുക്കൊപ്പമുണ്ട്. നമുക്കറിയാം, ഒരു വികസന ഫണ്ട്, അതായത് പ്ലാനിംഗ് ഫണ്ടിലെ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നതോട് കൂടിയിട്ട് ഒരു നഗരസഭയുടെ, ഒരു നാടിൻ്റെ വികസന കാഴ്ചപ്പാടിനെയാണ് ശരിക്കും മുറിച്ചു മാറ്റുന്നത്. എന്താണ് BJPയുടെ ഒരു പ്രതികരണം? ഇതിൽ ശരിക്കും യഥാർത്ഥത്തിൽ പുതിയ സർക്കാർ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. ഭയങ്കര വിസ്മയമാണ് ഉണ്ടായത്. കാരണം 5,12,00,000 രൂപയ്ക്ക് ഒരു വാർഷിക പദ്ധതികൾ തയ്യാറാക്കിയിട്ട് നഗരസഭ, അത് ഗ്രാമസഭകൾ വിളിക്കാൻ പോവുക. കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ വാർഡ് സഭാ യോഗങ്ങളുടെ ഡേറ്റ് നിശ്ചയിച്ചു. ജൂൺ 26 മുതൽ വാർഡ് സഭാ യോഗങ്ങൾ ചേരാൻ തീരുമാനിച്ചു. അതിന് നോട്ടീസ് അടിച്ചു, അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചു. ഈ സമയത്താണ് റിവൈസ്ഡ് ബജറ്റ് എന്നുള്ള പേരിൽ 5,12,00,000 രൂപ ലഭിക്കേണ്ട വികസന ഫണ്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ച് തന്നിട്ടുള്ള കഴിഞ്ഞ ബജറ്റിൽ നമുക്ക് നീക്കി വെച്ച ഫണ്ട് 1,52,00,000, 3,59,00,000, അതായത് 3,60,00,000 രൂപയോളമാണ് ഒറ്റയടിക്കില്ലാതെ ഇരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത് വേണ്ടത്ര ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് തൊട്ടു മുമ്പേ 3 മാസങ്ങൾക്ക് മുമ്പേ മാർച്ച് അവസാനത്തോടു കൂടി LDF സർക്കാരിൻ്റെ അവസാന കാലത്ത് ഇതുപോലെ തന്നെ 4,69,00,000 രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം പദ്ധതിയായിട്ട് അനുവദിക്കുകയും അതിലെ 1.5 കോടി രൂപ ഇതുപോലെ തന്നെ മൂന്നാമത്തെ ഗഡു തരാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ LDF സർക്കാരാണെങ്കിലും UDF സർക്കാരാണെങ്കിലും ഒരേപോലെ ചെർപ്പളശ്ശേരിയിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാട് കഴിഞ്ഞ 3 മാസത്തിനിടെ ചെർപ്പളശ്ശേരിക്ക് നഗരസഭയ്ക്ക് അനുവദിക്കപ്പെട്ടതിൽ നിന്ന് 5.5 കോടി രൂപയാണ് തിരിച്ച് അതാത് സർക്കാരുകൾ കവർന്നെടുത്തിട്ടുള്ളത്. ഇവിടുത്തെ വികസന പ്രവർത്തനം 1.5 കോടി രൂപ കഴിഞ്ഞ വർഷത്തെ വിവിധ പദ്ധതികളായിട്ട് ജനങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഗുണഭോക്താക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുടിശ്ശികയാണ് ഇവിടെ. സ്പിൽ ഓവർ പ്രോജക്റ്റായിട്ട് മാറ്റി നിന്നിരിക്കുക. നിയമസഭാ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് വനിതകളുടെ സംരംഭം തുടങ്ങുന്നതിന് 30 വനിതകളെ വിളിച്ചു വരുത്തി ചെക്ക് ലീഫിൻ്റെ കട്ടൗട്ട് വെച്ചുകൊണ്ട് ഫോട്ടോ എടുത്ത് ആ 30 വനിതകൾക്ക് ഓരോ ലക്ഷം രൂപ വീതം എന്ന് പ്രഖ്യാപിച്ച് ഉദ്ഘാടനം നിർവഹിച്ചതാ. ആ വനിതകൾക്ക് ഇന്നേവരെ പൈസ കിട്ടിയിട്ടില്ല. മാസം 4 കഴിഞ്ഞു, ഒരാൾക്കും പൈസ കയറിയിട്ടില്ല. അതുപോലെ തന്നെ ഭിന്നശേഷി സ്കോളർഷിപ്പ് കൊടുക്കേണ്ട വിഷയം, കുട്ടികൾക്കുള്ള ഭിന്നശേഷി സ്കോളർഷിപ്പ്, ഇപ്പോൾ ഇവിടുത്തെ ഭരണസമിതി വലിയ ബഹളം വെച്ചിരുന്നൊരു വിഷയമാണല്ലോ അത്. ഇപ്പോൾ ഈ കാലം വരെ ഭിന്നശേഷി സ്കോളർഷിപ്പ് കൊടുക്കാൻ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷകർക്ക് ഭിന്നശേഷി സ്കോളർഷിപ്പ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ സാധാരണ ക്ഷീര കർഷകരുടെ മിൽക്ക് ഇൻസെൻറ്റീവ് അത് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഫണ്ട് കഴിഞ്ഞ വർഷത്തെ വെട്ടിച്ചുരുക്കിയ ഫണ്ടിൻ്റെ വിഷയം നിലനിൽക്കുമ്പോഴാണ് പുതിയ സർക്കാരിൻ്റെ ഈ ഒരു ഇരട്ടി പ്രഹരം എന്നുള്ള നിലയ്ക്ക് ഈ 1,52,00,000 രൂപയിലേക്കും ഈ പദ്ധതി ചുരുക്കിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഒരു കാരണവശാലും ഗ്രാമസഭകൾ കൂടാൻ പോലും കഴിയാതെ ഗ്രാമസഭ റദ്ദ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വാർഡ് സഭാ യോഗങ്ങൾ ജൂൺ 26 മുതൽ പദ്ധതി നടത്തിപ്പിന് വേണ്ടി നിശ്ചയിച്ച വാർഡ് സഭാ യോഗങ്ങൾ ചെർപ്പളശ്ശേരി നഗരസഭ റദ്ദാക്കിയിരിക്കുകയാണ്. അപ്പോൾ പരിപൂർണമായിട്ടുള്ള വികസന സ്തംഭനം ചെർപ്പളശ്ശേരി നഗരസഭയ്ക്ക് തൊട്ടു മുമ്പത്തെ LDF സർക്കാരും ഇപ്പോഴത്തെ UDF സർക്കാരും കൂടി ചേർന്ന് നൽകിയിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ വാർഡ് സഭകൾ എങ്ങനെ നടത്താൻ കഴിയും? കാരണം വാർഡ് സഭകൾ ചർച്ച ചെയ്യുന്നത് വികസന കാര്യങ്ങളും ആ വാർഡിലേക്ക് വേണ്ട കാര്യങ്ങളാണ്. പണമില്ലാതെ എങ്ങനെ വികസനം നടത്താൻ കഴിയും? വാർഡ് സഭകളിൽ ആസൂത്രണ വാർഡ് സഭ നമ്മൾ കഴിഞ്ഞു, ഒരു പദ്ധതി തയ്യാറാക്കി, ആ പദ്ധതി അംഗീകരിച്ചു. അതിൻ്റെ അന്തിമ പദ്ധതിയുമായിട്ട് ഇനി നടത്തിപ്പുമായി നിർവഹണവുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാമസഭയാണ് നടക്കാനുള്ളത്. അവിടെ അപേക്ഷകൾ വാങ്ങിച്ച് ഗുണഭോക്താക്കളെ കണ്ടെത്തി വിവിധ റോഡ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ അംഗീകാരം നേടി പദ്ധതിയിലുണ്ട്. അത് നമ്മൾ നടപ്പിലാക്കേണ്ട ഒരു സമയമാണിപ്പോൾ. നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കാശ് വേണം. കാശ് അനുവദിച്ച കാശിൽ നിന്ന് 3.5 കോടി രൂപയൊക്കെ വെട്ടിച്ചുരുക്കിയ ഈ സർക്കാരിൻ്റെ കാലത്ത്, ഇല്ലെങ്കിൽ ഈ നഗരസഭയുടെ ഭരണസമിതിയുടെ ഈ ഒരു വർഷം എന്ത് പ്രവർത്തനം അവിടെ നടത്താൻ കഴിയുക? 1,52,00,000 രൂപയുണ്ട് അനിവാര്യമായി നീക്കി വെക്കേണ്ട പദ്ധതികളുണ്ടല്ലോ, അതിനുള്ള പൈസയും കൂടി തികയില്ല. 1,72,00,000 രൂപ ഉണ്ടെങ്കിലേ ഇവിടെ അനിവാര്യ പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റൂ. 20 ലക്ഷം രൂപ ലോൺ എടുത്ത് അനിവാര്യ പദ്ധതിക്ക് നീക്കി വെക്കേണ്ട സ്ഥിതിയിലാണ്. ഇവിടെ ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനി സ്വീകരിക്കാവുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് അത് ചെർപ്പളശ്ശേരി നഗരസഭയെ ചേർത്ത് പിടിക്കുന്ന രീതിയിൽ ഇത്തവണ കഴിഞ്ഞ വർഷം 4.5 കോടിയുടെ ഉള്ളിൽ അനുവദിക്കപ്പെട്ട ആ തുക ഇപ്രാവശ്യം 11 കോടി രൂപയായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉയർത്തിയിട്ടുണ്ട്. 2 വിഭാഗങ്ങളിലായിട്ട് ബേസിക് ഫണ്ടും ടൈഡ് ഫണ്ടുമായിട്ട് 11 കോടി രൂപ ഈ ചെർപ്പളശ്ശേരിക്ക് നഗരസഭയ്ക്ക് നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ വളരെ നഗരസഭയെ ചേർത്ത് പിടിക്കുന്നൊരു സമീപനം CFC ഫണ്ട് ചെർപ്പളശ്ശേരി നഗരസഭയ്ക്ക് നൽകിക്കൊണ്ട് അതിൽ മാത്രമാണ് നമുക്ക് ഇനി ഒരു ആശ്വാസം. ഇവിടുന്ന് ഈ സാമ്പത്തിക വർഷം നിശ്ചയിച്ച പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് മാത്രമാണ്. മുൻ വർഷങ്ങളിൽ ഇത് തന്നെയാണ് സ്ഥിതി.
മുൻ വർഷങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് നടത്തുന്ന വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളല്ലാതെ മറ്റു പ്രവർത്തനങ്ങളൊന്നും ചെർപ്പളശ്ശേരി നഗരസഭയിൽ നടക്കാറില്ല. പക്ഷേ അതൊക്കെ മറ്റ് പല പേരുകളിലും അവതരിപ്പിച്ച് ചില ചുരുക്കപ്പേരുകൾ ഇംഗ്ലീഷ് ചുരുക്കപ്പേരുകളിൽ പറയുന്നതോടുകൂടി കേന്ദ്രത്തിൻ്റെ ഫണ്ടാണെന്ന് പോലും അറിയിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വളരെ കൗശലക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാരാണ് ഇവിടെ LDF UDF ഉള്ളതെന്ന് മാത്രമാണ് അതിൻ്റെ പ്രത്യേകത. എന്നാൽ കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ നഗരസഭയിൽ ഇപ്പോൾ നിലവിലുള്ളത്. ആ രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു വഴിയുള്ളത്. അതല്ലെങ്കിൽ UDF സർക്കാർ ഈ റിവൈസ്ഡ് ബജറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ച ബജറ്റ് ആ തുക കൂട്ടി നേരത്തെ അനുവദിച്ച തുകയിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് പഴയ പദ്ധതി തന്നെ നടപ്പിലാക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അല്ലെങ്കിൽ പദ്ധതി ആകെ വെട്ടിച്ചുരുക്കണം. പുതിയ പദ്ധതി രൂപീകരിച്ച് DPC അംഗീകാരം നേടി നടപ്പിൽ വരുത്തേണ്ട സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു സ്ഥിതി കിടക്കുന്നത്. വളരെ ഗൗരവമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ്. UDF സർക്കാർ വന്നത് വളരെ നേരത്തെ മാഷ് പറഞ്ഞ പോലെ വലിയ വിസ്മയമായിട്ടാണ്. വിസ്മയം തീർക്കാനാണ് UDF സർക്കാർ അധികാരത്തിലിരിക്കുന്നത്. ശരിക്കും ഈ വിസ്മയം ജനങ്ങൾ ഏത് രീതിയിലാണ് ഏറ്റെടുക്കേണ്ടത്? എനിക്ക് ഈ വിസ്മയം ചെർപ്പളശ്ശേരി നഗരസഭയിൽ ജനങ്ങൾ വിസ്മയം വളരെ ഞെട്ടലോടുകൂടിയുള്ളൊരു വിസ്മയമായിട്ട് ഇത് ഏറ്റെടുക്കേണ്ടി വരും. കേരളത്തിലുടനീളം പല നഗരസഭകളിലും ഇതുപോലെയുള്ള ഫണ്ട് വെട്ടിച്ചുരുക്കൽ ചെയ്തിട്ടുണ്ട്. അതിൽ പലയിടത്തും ആശ്വാസം എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം മാത്രമാണ്. ആ കേന്ദ്ര സർക്കാർ സഹായം ഇല്ലാത്ത സ്ഥിതിയുള്ള നഗരസഭകളുണ്ടെങ്കിൽ ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി വരും. വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന കൃത്യമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ചിട്ടുള്ള തുകയാണ്. ആ തുക ആ മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഈ പദ്ധതി പ്രവർത്തനം മുടക്കം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉത്തരവാദിത്തപ്പെട്ട നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളായിട്ട് ബന്ധപ്പെട്ട് അത്തരം ചർച്ചകൾ നടത്തി മുന്നോട്ട് പോകണമെന്നാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ആഗ്രഹിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ഈ സ്ഥിതിവിശേഷം ചെർപ്പളശ്ശേരിയിലെ വികസന മുരടിപ്പിന് പൂർണ്ണമായും വികസനം നിലയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കും. അതിന് LDF UDF ഒരേപോലെ കാരണക്കാരാണ്. ഒരു 3 മാസത്തിനിടെ ചെർപ്പളശ്ശേരി നഗരസഭയ്ക്ക് അനുവദിക്കപ്പെട്ടതിൽ നിന്നും 5.5 കോടി രൂപ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. അത് ചെറിയൊരു വിഷയമല്ല. ഈ വിഷയം ചെർപ്പളശ്ശേരിയിലെ ജനങ്ങളോട് ആഭിമുഖ്യവും പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ LDF UDF നേതാക്കൾ അതിന് മറുപടി പറയേണ്ടതുണ്ട്. ഈ റിവൈസ്ഡ് ബജറ്റ് അതിൽ ചെർപ്പളശ്ശേരി നഗരസഭയോട് കാണിച്ചിട്ടുള്ള വിവേചനം അത് ബന്ധപ്പെട്ട UDF നേതാക്കൾ പ്രാദേശികമായിട്ടുള്ള ഇവിടുത്തെ നേതാക്കൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിൽ തിരുത്തൽ വരുത്താൻ അവരുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ കൂടി ഉണ്ടാവേണ്ടതും കൂടിയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ബജറ്റ് എത്രത്തോളം വലിയ ആകാംക്ഷയോടെ കൂടിയിട്ടാണ് ഇത്തവണത്തെ ഈ ബജറ്റ് ജനങ്ങൾ കാത്തിരുന്നത്. ആ ബജറ്റിൽ ഏറ്റവും കൂടുതൽ നിരാശ സംഭവിച്ചിരിക്കുന്നത് ചെർപ്പളശ്ശേരി നഗരസഭയെ പോലെയുള്ള ചില നഗരസഭകൾക്ക് മാത്രമാണ്. എന്നാൽ പഞ്ചായത്തിന് ഇതിന് ഗ്രാമപഞ്ചായത്തുകൾ വലിയ പോറലേറ്റിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. നിലവിൽ ഗ്രാമപഞ്ചായത്തുകളിൽ വലിയ നഷ്ടം സംഭവിച്ചിട്ടില്ല. അത് പല ഗ്രാമപഞ്ചായത്തുകളിലും 5-10% ഒക്കെയാണ് കുറവുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ചെർപ്പളശ്ശേരി നഗരസഭയെ സംബന്ധിച്ച് 65% വെട്ടിച്ചുരുക്കിയിട്ടില്ല. 65% വികസന ഫണ്ട് വെട്ടിച്ചുരുക്കിയിട്ട് പിന്നെ ഈ നഗരസഭയോട് എങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടൊരു സർക്കാരിന് പറയാൻ കഴിയുക? 65% തുകയും വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഗവൺമെൻറ് തിരുത്തേണ്ടതാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം നഗരസഭയ്ക്ക് രൂപപ്പെടും. അത് എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധം കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ വിഷയം ഇത് ഒരു നഗരസഭയിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇത് സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നേതൃത്വം ആലോചിക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെർപ്പളശ്ശേരി നഗരസഭയുടെ അവകാശപ്പെട്ട ഫണ്ട്, അനുവദിക്കപ്പെട്ട ഫണ്ട്, കവർന്നെടുത്ത ഫണ്ട് തിരിച്ച് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ, അതിനു വേണ്ടിയിട്ടുള്ള പ്രതിഷേധങ്ങൾ, പരിപാടികളും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. താങ്ക് യു പക്ഷേ 4 കോടി രൂപയാണ് ഈ കഴിഞ്ഞ ബജറ്റിൽ ചെർപ്പളശ്ശേരി നഗരസഭയിൽ വെട്ടിക്കുറച്ചത്. കാരണം നമുക്കറിയാം വലിയ രീതിയിലുള്ള വിസ്മയമായി വന്ന UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഷോക്കിംഗ് ന്യൂസാണ് ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്ത എത്രത്തോളം ഇല്ലെങ്കിൽ ഈ ഒരു വെട്ടിക്കുറച്ചത് എത്രത്തോളം വികസന പ്രവർത്തനങ്ങളിലേക്ക് ബാധിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ക്യാമറ പേഴ്സൺ ശരത് കുമാറിനൊപ്പം നിഖിൽ ദേവരാജ്, ഫണ്ട്സ്. ചെർപ്പളശ്ശേരി CCST കോളേജിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. NAC അംഗീകാരമുള്ള CCST കോളേജിലേക്ക് കാലാനുസൃതമായ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. 2 PG കോഴ്സുകളും 10 UG കോഴ്സുകൾക്കുമൊപ്പം ഈ വർഷം ആരംഭിക്കുന്ന പുതിയ കോഴ്സുകളായ BSc AI, BBA വിത്ത് ലോജിസ്റ്റിക്സ് തുടങ്ങിയ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു.
CCST ക്യാമ്പസ് നൽകുന്ന പ്രധാന സവിശേഷതകൾ: അത്യാധുനിക ICT എനേബിൾഡ് ക്ലാസ് റൂംസ്, വിനോദങ്ങൾക്കായി പ്രത്യേക കേന്ദ്രം, വിപുലമായ ലാബ് സൗകര്യങ്ങൾ, ഉന്നത പഠന നിലവാരം, യൂണിവേഴ്സിറ്റി റാങ്കുകൾ, പ്രകൃതി രമണീയവും ഹരിതാഭവുമായ ക്യാമ്പസ്, മികച്ച പ്ലേസ്മെന്റ് സഹായവും തൊഴിൽ നൈപുണ്യ വികസന പരിപാടികളും, ആഡ് ഓൺ കോഴ്സസ്, AI, ML, ASAP, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ, ടാലി, CMA തുടങ്ങിയ സർട്ടിഫൈഡ് കോഴ്സുകൾ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി ഇന്നു തന്നെ ബന്ധപ്പെടൂ. ചെറുപ്പളശ്ശേരി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കാറൽമണ്ണ, ചെറുപ്പളശ്ശേരി, പാലക്കാട്.